ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു സംസാരം TV. ഇന്ന് രുചികൾ തേടിയിൽ യാത്ര എത്തി നിൽക്കുന്നത് ഇൻ ഹൗസ് ഇഗ്നറിയിൽ തന്നെയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ വിഭവമായ ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വീണ്ടും നമ്മൾ ജയചേച്ചിയുടെ അടുത്താണ്. ജയചേച്ചിയുടെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഐറ്റം? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓക്കെ, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ എടുക്കാം. നമുക്ക് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. കുറച്ച് കോക്കനട്ട് ആദ്യം ഇടുക. നമ്മൾ തേങ്ങ കൊത്തി എരിഞ്ഞ തേങ്ങ അല്ലേ? കൊത്തി എരിഞ്ഞ തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്തിട്ടു. പിന്നെ കുറച്ച് കടിപ്പത്ത, അതായത് നമ്മുടെ കറിവേപ്പില. നല്ല അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ വരും കറിവേപ്പിലയുടെ. കറിവേപ്പില ഇടുവാണ്. അതെ, ഭംഗിയില്ലേ കളറ് കാണാൻ, പച്ചയുമല്ലേ. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് മൂക്കണം. ഓക്കെ, തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴാണ് അടുത്ത പരിപാടി അല്ലേ? അതെ, വെളിച്ചെണ്ണയ്ക്കാണല്ലോ ഒരു ഒതന്റിക് ടേസ്റ്റ് വരുന്നത്. നമ്മുടെ കേരളത്തിന് റെസിപ്പി ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യണം. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് ഇത്തിരി തീ വേണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ചെറിയ ഉള്ളിയാണ് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി കുറച്ച് നമുക്ക് വേണം. കുറച്ച് ഒരു 10 ചെറിയ ഉള്ളി എടുത്താലും മതി ഒരാൾക്ക്. അതെ, ഒരു ചെറിയൊരു പോർഷനല്ലേ നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ സവാള വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിലല്ല, വേണം. കുറച്ച് സവാള. അതെ, എന്നിട്ട് നമ്മൾ ഒരാളുടെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇനി സവാള ഇല്ലാതെ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. അത്രയേ ഉള്ളൂ. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, ഒരു പച്ചമുളക്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എന്തൊക്കെ ഇട്ടെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില ഇട്ടു, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, ഒരു പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈറ്റ് ബ്രൗണിഷ് ആകുമ്പോൾ നമ്മൾക്ക് കുറച്ച് നമ്മുടെ ഈ മസാലകളൊക്കെ കുറച്ചൊന്ന് ചേർക്കാം. ഓക്കെ, ഇതും ഭയങ്കര ഈസി ആയിട്ടുള്ള, ഭയങ്കര ഈസി തന്നെയാണ്. ഓക്കെ, വീട്ടിൽ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഐറ്റം ആണ്. കുറച്ച് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇടാം. വേണമെങ്കിലല്ല, കുറച്ച് ഇടണം. അതെൻ്റെ ഒരു സ്ലാങ് ആണ്. അതെ. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി ഒന്ന് വേണമെങ്കിൽ ഇടാം. കുരുമുളക് പൊടി. അതെ, കുറച്ച് നമ്മുടെ ഈ പെരിഞ്ജീരക പൊടിയിൽ ഒരു എൻഹാൻസ് ചെയ്യും, മാറ്റി ഒരു ടേസ്റ്റ്. ഒരു പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതെ, പൊടിച്ചതാണ്. ഓക്കെ, അത്ര തന്നെ മതി. ഓക്കെ, പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, അതെ, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി. ഓക്കെ, നമ്മൾ ചെമ്മീൻ എന്നിട്ട് ഇതിനകത്തേക്ക് ഗ്രേവിയോടുകൂടി വേവിച്ച കുറച്ച് ഗ്രേവിയോടുകൂടി ചെമ്മീൻ ഇട്ടാൽ മതി. അതായത് നമ്മൾ മുളക് പൊടിയും പുളിയും കുടംപുളിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ചെമ്മീനാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഗ്രേവി വീഴുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ ഗ്രേവിയും കൂടി ഇതിനകത്ത് വരും. ആ വെളിച്ചെണ്ണയിൽ കിടന്ന ആ ഗ്രേവി ഒന്ന് റെഡി ആവണം. ഓക്കെ, ചെമ്മീൻ നേരത്തെ വേവിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അതിനകത്ത് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് അതിനൊന്നും അധികം സമയം വേണ്ട. നമുക്ക് ഒരു 5-10 മിനിറ്റ് അത് വേവിച്ചാൽ ഒരുപാട് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ചെമ്മീൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്ത്, മുളക് പൊടി, പുളി, മഞ്ഞപ്പൊടി, ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത്. അതിനകത്ത് ആ ഗ്രേവിയും കൂടി ഉണ്ടായാലേ ഫ്ലേവർ വരുള്ളൂ. ഞാനിത് പറയുന്നത് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ നോട്ട് ചെയ്യുമ്പോൾ അത് വിട്ട് പോകും. നമ്മൾക്ക് കുറച്ച് വറ്റി ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ വരും. അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം. ഇതിന് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതെ, നമ്മുടെ പരുവം. അതെ, പരുവം. ഈ പരുവത്തിൽ നമ്മൾ ടൊമാറ്റോ ഇടാം. അതെ, കുറച്ചൊന്ന് ഒരു അധികം
ഇട്ട് അതെ ഒരു 4 പീസ്. ഒരു അധികം അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊരു റോ ആയിട്ട് കിടന്നാലും അതിനൊരു ഭംഗിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെയാണ് കൂടുതൽ വേണ്ടത്. ടൊമാറ്റോ വളരെ കുറച്ച്, ബാക്കി എല്ലാ സാധനങ്ങളും കുറച്ചിടാം. അത്രയാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇത് ഇവിടുത്തെ ഓമന മോനാണ്, ഇവിടുത്തെ ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിലുള്ള ഒരു ആളുടെ മോനാണ്. കമ്മലൊക്കെ ഇട്ടോണ്ട് എല്ലാരും മോളാണ് തെറ്റിദ്ധരിക്കും. കഴിക്കാൻ പറയൂ ആന്റിയുടെ അടുത്ത്. വേണ്ടാന്ന് അവന്റെ അടുത്തുള്ളത്. ആന്റിയുടെ അടുത്ത് കഴിക്കാൻ പറയൂ. ഇല്ല, എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കും അവൻ. അങ്ങനത്തെ പാർട്ടിയാ. എനിക്ക് എടുത്തു പറയാനുള്ള സംഭവം, നേരത്തെ അത് മസാല ഒക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഒന്നുകൂടി അത് കറക്റ്റ് ചെമ്മീൻ്റെ ഉള്ളിൽ ശരിക്കും എനിക്ക് റബ്ബർ പോലെ എപ്പോഴും ചെമ്മീൻ ഫീൽ ചെയ്യാറ്. പക്ഷെ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് കറക്റ്റ് ആ ചെമ്മീൻ്റെ ഉള്ളിൽ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെമ്മീന് കുടംപുളിയിൽ ഇട്ട് മസാല ഇട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് അല്ലേ. ഇതാണ് നമ്മൾ ജയചേച്ചിയുടെ ടീം എന്ന് പറയുന്നത്. സ്നേഹവും സൗഹൃദവും ക്ഷമയും ഒക്കെ കൊണ്ട് ഇവർ പാചകത്തിൽ ഒരു കല തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ ബൈ. ബൈ.